അനന്തകൃഷ്ണന്റെ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ പേരിൽ പരാതി കൊടുക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന എന്റെ സംഘടന 40 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. 66 ടൂ വീലർ കിട്ടാറുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ഭയന്ന് വീട്ടിൽ കിടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഒന്നാമത്തെ പ്രതി ആനന്ദകുമാറും രണ്ടാമത്തെ പ്രതി അനന്തകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളിന് ഒരു പുണ്യപ്രവൃത്തി അത് മാത്രമേ ഉദ്ദേശിച്ച് ഞങ്ങളിത് മുന്നോട്ട് വന്നത്. നല്ലൊരു പ്രവൃത്തിയിലെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ലോകം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. സത്യം ഞങ്ങളെല്ലാവരും ഡെയിലി ഇരുന്ന് കരയാണ്. കാരണം ഒന്നിച്ച് ആത്മഹത്യ കിട്ടാനുള്ളത് 960 ഇനി കിട്ടാനുണ്ട്. അനന്തകൃഷ്ണന്റെ അറസ്റ്റോട് കൂടിയാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് തോന്നിയത്. അതുകൊണ്ട് നമുക്കൊരു ഭയമില്ലായിരുന്നു. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന അനന്തകൃഷ്ണൻ്റെ വിളയാട്ടങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 50% വിലക്കുറവിൽ 2 വീലർ മുതൽ ലാപ്ടോപ്പ് വരെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അനന്തകൃഷ്ണനും സംഘവും തട്ടിപ്പ് നടത്തിയത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത് 1000 കോടിയിലധികം രൂപ ആണ് എന്നാണ് സൂചന. തിരുവനന്തപുരത്ത് മാത്രം കോടികളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിന് വിധേയരാക്കപ്പെട്ടവരുടെ പണം ഇനിയെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാവരും തന്നെ ഉള്ളത്. എന്നാൽ ഈ തട്ടിപ്പിന് ഇടനിലക്കാരായി നിന്നവർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അതായത് നിരവധി സന്നദ്ധ സംഘടനകളാണ് ഈ തട്ടിപ്പിന്, അതായത് ഇവർ തട്ടിപ്പാണ് എന്ന് ഇത് അറിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ 2 വീലർ വിതരണവും മറ്റ് ലാപ്ടോപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇവർ അനന്തകൃഷ്ണനുമായി ഇടനിലക്കാരായിരുന്നു. ഇവരിപ്പോൾ പൊട്ടിക്കരയുകയാണ്. കാരണം ഇരകൾ, അതായത് 2 വീലർ ആവശ്യപ്പെട്ടുകൊണ്ട് പണം അടച്ചവർ ഇപ്പോൾ ഈ സന്നദ്ധ സംഘടനാ ഭാരവാഹികളോടാണ് പണം തിരികെ ചോദിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും കൂട്ടത്തോടെ അഴിയെണ്ണുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികൾ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളാണ്. ഞങ്ങളിന്നിവിടെ എത്തിയിട്ടുള്ളത് കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന പകുതി വിലയ്ക്ക് 2 വീലറും മറ്റ് വീട്ടുപകരണങ്ങളും അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് പറയുവാനാണ്. ഞങ്ങൾ 2021 നാഷണൽ NGO കോൺഫെഡറേഷൻ എന്നൊരു സംഘടന സായിഗ്രാമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ശ്രീ KN ആനന്ദകുമാർ സാർ രൂപീകരിക്കുകയും ആ സംഘടനയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളെയും അംഗസംഘങ്ങളാക്കിക്കൊണ്ട് കോൺഫെഡറേഷൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും പങ്കെടുക്കുകയുണ്ടായി. സന്നദ്ധ സംഘടനകളുടെ ശാക്തീകരണമാണ് ഈ കോൺഫെഡറേഷൻ്റെ ലക്ഷ്യമെന്നും അതിൻ്റെ നാഷണൽ ചെയർമാൻ KN ആനന്ദകുമാർ ആണെന്നും അതിൻ്റെ നാഷണൽ കോർഡിനേറ്ററും സംസ്ഥാന സമിതിയുടെ സെക്രട്ടറിയും അനന്തകൃഷ്ണനാണെന്നും അതിൻ്റെ മുഖ്യ രക്ഷാധികാരി ശ്രീ റിട്ടയേർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണെന്നും ആ യോഗത്തിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഈ സന്നദ്ധ സംഘടന, കേരളത്തിലെ ചെറുതും വലുതുമായ സന്നദ്ധ സംഘടനകളുടെ ശാക്തീകരണമാണ് ലക്ഷ്യം. ഒരു നല്ല ദിശാബോധത്തോടുകൂടി പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനാവശ്യമായ പരിശീലന പരിപാടികളും മറ്റ് പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്. 2022 ആയപ്പോഴത്തേക്കും എറണാകുളത്ത് വെച്ച് സംസ്ഥാനതല സംഗമവും അതോടൊപ്പം തന്നെ സംസ്ഥാന സമിതിയും പൂർണ്ണമായും നിലവിൽ വന്നു. 14 ജില്ലകളിലും ജില്ലാ സമിതികളും രൂപീകരിച്ചു. ഓരോ ജില്ലയിലും പ്രത്യേകമായി സന്നദ്ധ സംഘടനകളുടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയുണ്ടായി. അത്തരത്തിൽ നടന്ന തിരുവനന്തപുരം ജില്ലയുടെ യോഗത്തിലാണ് ശ്രീ KN ആനന്ദകുമാറും അനന്തകൃഷ്ണനുമായി യോഗത്തിൽ വരികയും അനന്തകൃഷ്ണൻ ഇതിൻ്റെ ദേശീയ കോർഡിനേറ്ററാണെന്നും സംസ്ഥാന സമിതിയുടെ സെക്രട്ടറി ആണെന്നും സീഡ് എന്ന് പറയുന്ന സംഘടന മുഖാന്തരം ഇടുക്കി പ്രദേശങ്ങളിൽ
സാധാരണക്കാരായ ആളുകൾക്ക് പകുതി വിലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുവെന്നും പകുതി വില ഗുണഭോക്തൃ വിഹിതമായി കളക്ട് ചെയ്താണ് ഇത് ചെയ്യുന്നത്. CSR ഫണ്ടും മറ്റും കളക്ട് ചെയ്താണ് ഈ സംവിധാനം ചെയ്യുന്നതെന്നും കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളിലൂടെയും ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ നാഷണൽ കോൺഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഒരു 7 അംഗ ഡയറക്ട് ബോർഡ് ഉൾപ്പെടെയുള്ളതാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ. ആ കോൺഫെഡറേഷൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്യുവാൻ ഈ സന്നദ്ധ സംഘടനകളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോ സംഘടനകളും നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ അംഗസംഘങ്ങളായി രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ത്രീകൾക്ക് 50% വിലയ്ക്ക് തയ്യൽ മെഷീൻ വിതരണം ചെയ്യാമെന്നും അതിനുശേഷം ഈ സ്ത്രീകളുടെ ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് കടക്കാനും അങ്ങനെ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നുള്ള നിലയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി കഴിയും. ഹൈടെക് കോഴിക്കോട് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും. ഇങ്ങനെ 3-4 പദ്ധതികൾ അവതരിപ്പിച്ചു. ഇതിനാവശ്യമായ ഗുണഭോക്തൃ വിഹിതം ഈ ഞങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ ഗുണഭോക്താക്കളിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നും അത് ശ്രീ അനന്തകൃഷ്ണൻ്റെ കമ്പനിയായിട്ടുള്ള പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് HDFC ബാങ്കിലെ അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സന്നദ്ധ സംഘടനകളായ ഞങ്ങൾ ചെയ്തത് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഈ നിർദ്ദേശം കേട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഗുണഭോക്തൃ വിഹിതം കളക്ട് ചെയ്യുകയും ഈ അനന്തകൃഷ്ണൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കുകയാണ് ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഈ പൈസ അടച്ച മുഴുവൻ ആളുകൾക്കും ഈ ആനുകൂല്യങ്ങളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. 100 കണക്കിന് തയ്യൽ മെഷീനുകൾ തിരുവനന്തപുരം ജില്ലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. കോഴിക്കോടുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2ാം ഘട്ടമായിട്ടാണ് സാധാരണക്കാരായ സ്ത്രീകളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പകുതി വിലയ്ക്ക് അവർക്ക് 2 വീലർ നൽകാനുള്ളൊരു പദ്ധതി റെഡിയായിട്ടുണ്ടെന്നും അതിലേക്ക് ആവശ്യമായ ഗുണഭോക്താക്കളെ കണ്ടെത്തി ഗുണഭോക്തൃ വിഹിതം സമാഹരിച്ച് ഈ അനന്തകൃഷ്ണൻ്റെ കമ്പനിയിലേക്ക് അടയ്ക്കണമെന്നും ശ്രീ KN ആനന്ദകുമാറും അനന്തകൃഷ്ണനും ഞങ്ങളുടെ ജില്ലാ സമിതി യോഗങ്ങളിലും സംസ്ഥാന നിർവാഹക സമിതി 14 ജില്ലയിലെയും ജില്ലാ ഭാരവാഹികൾ ചേരുന്നതാണ് സംസ്ഥാന നിർവാഹക സമിതി ആ യോഗത്തിൽ അനൗൺസ് ചെയ്യുകയും അതിന് പ്രകാരം കേരളത്തിലെ എല്ലാ സന്നദ്ധ സംഘടനകളും ഈ തുക ഗുണഭോക്താക്കളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ഈ പറഞ്ഞ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഏതാണ്ട് 960 പേർക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇനി 2 വീലർ കിട്ടാനുണ്ട്. അനന്തകൃഷ്ണൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ പേരിൽ ഗുണഭോക്താക്കളായ ആളുകൾ പരാതി കൊടുക്കുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ സന്നദ്ധ സംഘടനകളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, സേവന രംഗത്ത് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഏതാണ്ട് 200ഓളം സന്നദ്ധ സംഘടനകളാണ് കേരളത്തിൽ ഈ NGO കോൺഫെഡറേഷനിൽ ഇത്തരം പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നവരായി രജിസ്റ്റർ ചെയ്ത് മാറിയിട്ടുള്ളത്. അതുമാത്രമല്ല 2000ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ സപ്പോർട്ടിംഗ് ഏജൻസികളായി ഓരോ സംഘടനയുടെയും കീഴിൽ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദുരന്ത ഘട്ടങ്ങളിലും അതുപോലെ തന്നെ പേമാരി സമയങ്ങളിലും കോവിഡ് കാലത്തിലെല്ലാം കേരളത്തിൽ പൊതുസമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ പിന്തുണയും സഹായങ്ങളും ചെയ്ത് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഞങ്ങൾ. ഓരോ സംഘടനകളും ഓരോ പ്രദേശത്ത്, ഇപ്പോൾ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, വിവിധ നൈപുണ്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അങ്ങനെ വിവിധ മേഖല. നമുക്കറിയാം, കേരളത്തിലെ ഇന്നത്തെ ഈ വളർച്ചയിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. ഈ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിലെല്ലാം വളരെ വലിയ പങ്കാണ് സന്നദ്ധ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ളത്. ആ സന്നദ്ധ പ്രസ്ഥാനങ്ങളെല്ലാം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി. അതുകൊണ്ട് സന്നദ്ധ സംഘടനയുടെ പേരിലേക്ക് കേസുകൾ എടുക്കുവാനുള്ള തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും നടപടികളും നിർത്തിവെക്കണമെന്നും വസ്തുനിഷ്ഠമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ വിവിധ ഇടപാടുകളിലൂടെ ഞങ്ങൾ സമാഹരിച്ച് നൽകിയ തുകകൾ
മറ്റു പല അക്കൗണ്ടിലേക്കും കൈമാറിയിട്ടുണ്ടെന്നും ആസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും വ്യക്തിപരമായി ആസ്തികൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് ഓരോ ദിവസവും പോലീസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. അത്തരം ആസ്തികളൊക്കെ കണ്ടെത്തിയും ഈ അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റപ്പെട്ട തുകയുമെല്ലാം കണ്ടെത്തി സാധാരണക്കാരായ ആളുകൾക്ക് ഈ അടച്ച പണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ ഉപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും അടിയന്തര ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ഈ വിഷയം. ഈ സന്നദ്ധ സംഘടനകൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഗുണഭോക്താക്കളിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുകയും അവർ പറഞ്ഞ അക്കൗണ്ടിലേക്ക് യഥാസമയം ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ സുതാര്യമായി അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇടനിലക്കാരായിപ്പോയി എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് സന്നദ്ധ സംഘടനകളുടെ നേർക്കുള്ള നടപടികൾ ഗവൺമെൻറ്റും പോലീസും നിർത്തിവെക്കണം. സർക്കാരും പോലീസും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഈ സാധാരണക്കാരായ ആളുകൾ, പല ആളുകളും സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് വാങ്ങിയും ഒക്കെ ഇങ്ങനെ ഒരു 2 വീലർ കിട്ടും അല്ലെങ്കിൽ തൻ്റെ മകന് പഠിക്കാൻ ഒരു ലാപ്ടോപ്പ് കിട്ടും എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്ത സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് ഈ തുക യഥാസമയം ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ പത്രമാധ്യമങ്ങളുടെയും പിന്തുണയും സഹകരണവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഗുണഭോക്തൃ വിഹിതം മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ഓരോ സാധനത്തിൻ്റെയും ഞങ്ങൾ ഈ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നതാണ്. പകുതി ആ പൈസ ഈ അതാണ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ നാഷണൽ കോൺഫെഡറേഷൻ്റെ മീറ്റിങ്ങിനകത്ത് പറഞ്ഞത്. ഈ ഗുണഭോക്തൃ വിഹിതവും CSR ഫണ്ട് വിവിധ കമ്പനികളിൽ നിന്ന് പ്രോജക്റ്റ് കൊടുത്ത് കിട്ടും. പിന്നെ ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ മാർക്കറ്റിംഗ് ഫണ്ട് 6 കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇപ്പോൾ കിട്ടാറുണ്ട്. എൻ്റെ സംഘടന 40 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. 66 2 വീലർ കിട്ടാറുണ്ട്. ആദ്യം 32 എണ്ണത്തിൻ്റെ പൈസ അടച്ചു, 32 എണ്ണം കിട്ടി. പുത്തരിക്കണ്ടത്ത് വെച്ച് ഫംഗ്ഷൻ നടത്തിയാണ് കൊടുത്തത്. രണ്ടാമത് 125 എണ്ണത്തിൻ്റെ പൈസ അടച്ചു. അതിൽ 59 എണ്ണം മാത്രമാണ് കിട്ടിയത്. ഇനി 66 എണ്ണം കിട്ടാനുണ്ട്. ആ 66 എണ്ണത്തിൻ്റെ പൈസ എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ഞാൻ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് എൻ്റെ സംഘടന മുഖാന്തരം അടച്ചത്. ഇതിനെല്ലാം ഞങ്ങളിൽ രേഖയുണ്ട്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ പൈസ നിക്ഷേപിച്ചിട്ട് ഞങ്ങളുടെ അക്കൗണ്ട് മുഖാന്തരമാണ് ഈ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസ് എന്ന് പറയുന്ന അനന്തകൃഷ്ണൻ്റെ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ 7 സംഘടനകൾ, കേരളത്തിൽ മൊത്തം 200ഓളം സംഘടനകൾ ഈ നിർവഹണ ഏജൻസികളായി ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരും ഓരോ ജില്ലയിലും ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ NGO കോൺഫെഡറേഷൻ്റെ ഒരു ജില്ലാ സമിതി അവർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമിതിയുടെ ജില്ലാ സെക്രട്ടറി ആയി പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഞങ്ങളുടെ കമ്മീഷനല്ല നമ്മുടെ ആഗ്രഹം. ഞങ്ങൾ ആദ്യമായി ഈ പദ്ധതി തുടങ്ങുമ്പോൾ ശ്രീ ആനന്ദകുമാർ സാർ ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് അനന്തകൃഷ്ണൻ വന്നിട്ടുള്ളത്. നമുക്ക് ആ പ്രോജക്റ്റുകൾ നടപ്പിലാക്കണം, കേരളത്തിലെമ്പാട് നടപ്പിലാക്കണമെന്ന് പറയുകയും തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ആ സംഘടനയിൽ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായി രജിസ്റ്റർ ചെയ്തു. നമ്മൾ ആദ്യം NGO കോൺഫെഡറേഷനിൽ അംഗത്വം എടുത്തതിന് ശേഷം ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുവാനുള്ള ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ കീഴിൽ സപ്പോർട്ടിംഗ് ഏജൻസികളുണ്ടായിരുന്നു, മറ്റ് സന്നദ്ധ സംഘടനകൾ. അങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ആദ്യമായി നമുക്ക് തയ്യൽ മിഷൻ വന്നു. പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലേക്ക് വേണ്ടിയാണ് തയ്യൽ മിഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ തയ്യൽ മിഷനിൽ കുറച്ച് പ്രോജക്റ്റുകൾ എടുത്തു. ആൾക്കാരിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങി ഞങ്ങളുടെ അക്കൗണ്ട് വഴി തയ്യൽ മിഷന് വേണ്ടി അവർ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ പറഞ്ഞ അക്കൗണ്ടിലോട്ട് അയച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ അയച്ച തയ്യൽ മിഷനെല്ലാം വന്നു. ഞങ്ങൾ വലിയ ഫംഗ്ഷനൊക്കെ വെച്ച് തയ്യൽ മിഷൻ വിതരണം നടത്തി. അത് കഴിഞ്ഞ് ഡിജിറ്റൽ ഗ്രാമം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന ഒരു പദ്ധതി വന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചിട്ട് എങ്ങനെ ലാപ്ടോപ്പ് കൊടുക്കുമെന്ന് ചോദിച്ചു. 50% കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ലാപ്ടോപ്പ് HP കമ്പനിയുമായിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അവരുടെ മാർക്കറ്റ് ഇന്നോവേഷൻ ഫണ്ട്, അവരുടെ തന്നെ CSR ഫണ്ട്, അത് കഴിഞ്ഞിട്ട് അവരുടെ ക്രൗഡ് ഫണ്ട് കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ആൾക്കാർക്ക് ഞങ്ങൾ ഈ കുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ സഹായിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാവപ്പെട്ട കുട്ടികളെ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചു കൊടുക്കുക എന്നതാണ്
നമ്മളെ സന്നദ്ധ സംഘടനയുടെ ലക്ഷ്യം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഗുണഭോക്താക്കളെ കണ്ടുപിടിച്ചു. അവരിൽ നിന്ന് 50% ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഞങ്ങൾ നാഷണൽ NGO കോൺഫെഡറേഷൻ അനന്തകുമാർ സാർ പറഞ്ഞ അക്കൗണ്ടിലോട്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. നിങ്ങളുടെ പണം ആവശ്യപ്പെട്ടത് അനന്തകൃഷ്ണനല്ല, ആനന്ദകുമാർ. രണ്ടുപേരും കൂടെ ചേർന്ന്. ഈ ആനന്ദകുമാർ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇതുമായി സഹകരിക്കുന്നില്ല. ഇതിന്റെ ഭാഗങ്ങളിൽ നിന്നും ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ 1 രൂപ പോലും താൻ കൈപ്പറ്റിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകൾക്കെല്ലാം പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം ആനന്ദകുമാറിനാണോ അതോ ആനന്ദകൃഷ്ണനാണോ? നമുക്ക് ആനന്ദകുമാർ സാറിന് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഫണ്ട് നിങ്ങൾ ഉപഭോക്താക്കളിൽ നിന്ന് അത് NGO കോൺഫെഡറേഷന്റെ NGO കോൺഫെഡറേഷൻ ഇല്ലല്ല, NGO കോൺഫെഡറേഷൻ പറഞ്ഞ അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്തം NGO കോൺഫെഡറേഷൻ ഉണ്ടോ? 100% ഉണ്ടല്ലോ. പക്ഷെ ഇപ്പൊ പ്രതിയായിരിക്കുന്നത് അനന്തകൃഷ്ണനാണ്. അതെ. ഈ ആനന്ദകുമാർ എന്ന് പറയുന്ന ആൾക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ലെന്നും എനിക്ക് ഇതിന്റെ സാമ്പത്തിക ഇടപാടിൽ നിന്ന് മിനിയാന്ന് പറഞ്ഞു. ഇന്നലെ പോലീസ് കണ്ടെത്തിയത് 2 കോടി രൂപ അനന്തകൃഷ്ണൻ കൊടുത്തതായിട്ടുള്ള വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ. ഇനി അതുപോലെ നിങ്ങളൊരു ഉപഭോക്താവിന് ഒരു വണ്ടി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കമ്മീഷൻ തരാം. ഞങ്ങൾ ആദ്യം നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുമ്പോൾ 60,000 രൂപ അടുത്ത ഒരു ഉപഭോക്താവ് ഒരു വണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപ കമ്മീഷൻ കിട്ടും? ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അടച്ച പൈസയിൽ 2% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് തരാമെന്നായിരുന്നു ഞങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഒരു വലിയ തട്ടിപ്പാണല്ലോ. പുറത്തു വന്നത് 1 ലക്ഷം പേര് കേരളത്തിൽ തട്ടിപ്പിന് ഇരയായി എന്നുള്ളതാണ് ഇന്നത്തെ പോലീസിന്റെ വെളിപ്പെടുത്തൽ. അതിൽ 33,000 പരാതികൾ കേരളയിലായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും ഇതിന്റെ ഇരട്ടിയിലധികം പരാതികൾ വരാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏജൻസി എന്ന് നിലയ്ക്കാണോ അതോ ഉപഭോക്താക്കൾ നേരിട്ടാണോ പരാതി കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ ഏജൻസി നിലയിലാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് 990 പേരാണ് കിട്ടാനുള്ള ആളുകൾ. അപ്പൊ ഈ 990 പേരുടെ പരാതി അവിടെ വന്നിട്ടില്ല. ഏജൻസി കൊടുത്തോണ്ടാണ്. അങ്ങനെയാണ്. പരാതി കൊടുക്കുന്ന ആർക്കെതിരെ? അനന്തകൃഷ്ണനെതിരെയാണോ? ഒന്നാമത്തെ പ്രതി ആനന്ദകുമാറും രണ്ടാമത്തെ പ്രതി അനന്തകൃഷ്ണൻ. അപ്പൊ ഒന്നാമത്തെ പ്രതി സൂചിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പ്രതിയാണ് ഇപ്പൊ. അതാണ് ഞങ്ങള് കഷ്ടപ്പെട്ട് ഞങ്ങള് കാരുണ്യ പ്രവർത്തനം നടത്തുന്നവരാണ്, പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് അറസ്റ്റ് ഭയന്ന് വീട്ടിൽ കിടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ ഇതിലോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിലോട്ട് ഇറക്കി നിങ്ങൾ ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ ശാക്തീകരണമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ഞങ്ങൾ വലിയ മഹാനായി കണ്ട വ്യക്തി ഇപ്പോൾ ഞങ്ങൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു ബോധ്യപ്പെട്ടു. ഇവർക്ക് വണ്ടി കിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞുള്ള ഗുണഭോക്താക്കൾക്ക് വണ്ടി വേണ്ട. പക്ഷെ അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കണം. ആ ഫണ്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തല്ലോ. അതെ, അത് തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം വാങ്ങിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം NGO കോൺഫെഡറേഷൻ അല്ല. NGO കോൺഫെഡറേഷൻ അല്ലല്ലോ, നിങ്ങളല്ലേ നമ്മളാണ്. അതിനുവേണ്ടി നിങ്ങളെന്താ ചെയ്യുന്നത്? അതിനുവേണ്ടിയാണ് നിങ്ങളല്ല നിയമപരമായി എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോൾ DGPക്കും SP-ക്കും ഒക്കെ പരാതി എവിടെയെങ്കിലും കാണട്ടെ. ഈ 60,000 വെച്ച് കേരളത്തിന് വേണ്ട, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 1000 പേര് കൊടുത്തു വയ്ക്കാം. ഈ 1000 പേരുടെ 6 കോടി രൂപ പറഞ്ഞില്ലേ? ഈ 6 കോടി രൂപ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തൊരു അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ആ ഫണ്ട് അതെങ്കിലും തിരിച്ചു കിട്ടണ്ടേ? ഉറപ്പാക്കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയുള്ള നിങ്ങളുടെ അടുത്ത മൂവ്മെന്റ് എന്താ? ഞങ്ങൾ എല്ലാ പോലീസ് ഓഫീസേഴ്സുമാർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടുപിടിച്ച് ഈ പൈസ നമുക്ക് തിരിച്ച് വാങ്ങി തരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിയമ നടപടിയിലോട്ട് പോകും. ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സാമൂഹ്യ പ്രവർത്തക ആണ് ഞാൻ. മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും ഞങ്ങൾക്ക് അതിനു വേണ്ടി തന്നില്ല. അവാർഡിന് വേണ്ടി മാത്രമല്ല ചെയ്യുന്നത്. ഒരു ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളിന് ഒരു പുണ്യപ്രവൃത്തി, അത് മാത്രമേ ഉദ്ദേശിച്ച് ഞങ്ങളിത് മുന്നോട്ട് വന്നത്. അതിനെ തിരഞ്ഞു പിടിച്ച് ഇദ്ദേഹം ഞങ്ങളെ വിളിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ 2 വർഷത്തോളം വേറെ പല സമൂഹത്തിൽ നടക്കുന്ന പല അനീതികൾക്കെതിരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് ഇവിടെയൊക്കെ വന്നിരുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഒരു തട്ടിപ്പുകാരിയുടെ രീതിയിലാണ് ലോകം നമ്മളെ കണ്ടറിയണത്. അനന്തകൃഷ്ണൻ ഒരിക്കലും ഇറങ്ങൂല. പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് സത്യം ഞങ്ങളെല്ലാവരും ഡെയിലി ഇരുന്ന് കരയാണ്. കാരണം ഒന്നിച്ച് ആത്മഹത്യ അല്ലാതെ ഞങ്ങളെ പാവപ്പെട്ട സംഘടനകളെ പിടിച്ചകത്തിട്ട ആരവർക്ക് പൈസ കൊടുക്കും. പക്ഷെ ഞങ്ങളെ വിശ്വസിച്ച് തന്നവർക്ക് ഞങ്ങൾക്ക് തിരിച്ച് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങൾക്ക് കുറേ വസ്തുക്കളുണ്ടെങ്കിൽ ഞങ്ങൾ വിറ്റ് കൊടുക്കാൻ തയ്യാറാണ്. ലോൺ എടുത്ത വീടും കാര്യങ്ങളും മാത്രമാണുള്ളത്. അതും ജപ്തി നോട്ടീസ് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വിമൺ ഓൺ വീൽസ്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീന്. ആദ്യം ഈ ആനന്ദകുമാർ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ ചെയർമാനായിട്ട് പറഞ്ഞത് സായിഗ്രാമിലെ എല്ലാ NGOകളെയും വിളിച്ച്
ബിന്ദു മേഡം എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ അഡ്വൈസറി ചെയർമാൻ നമ്മളെ ജസ്റ്റിസ് CN രാമചന്ദ്ര സാർ, ഹൈക്കോടതിയിലെ ജസ്റ്റിസൊക്കെ ഇരിക്കുമ്പോൾ പീതാംബര സാറ്, മറ്റേ ലക്ഷ്മിക്കുട്ടി അമ്മ, ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു സഭയിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവരെയൊക്കെ നോക്കുമ്പോൾ നമ്മളെന്തിന്, അതായത് മന്ത്രിമാരും അവരും ഇവരും ഉള്ള സ്ഥലത്തല്ലേ ഞങ്ങൾ ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരെ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇഷ്ടംപോലെ സിസ്റ്റേഴ്സും ഫാദർമാരും അവരും എല്ലാം പങ്കെടുത്ത് സ്പോൺസർ ചെയ്ത ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കരിമടം കോളനിയിൽ അവിടെ ഇവിടെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്ക് സ്ഥായിയായിട്ടുള്ള ഒരു വരുമാനം വിധവകൾക്കും ഒക്കെ ഇതിൽ നിന്ന് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. തയ്യൽ അറിഞ്ഞുകൂടാത്തവർക്ക് ടീച്ചറിനെ വെച്ച് പഠിപ്പിച്ചാണ് കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു ശതമാനം പോലും നമുക്കൊരു ടെൻഷനോ വേറെ ഒന്നുമില്ല. നല്ലൊരു പ്രവൃത്തിയല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ലോകം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇപ്രാവശ്യം മാത്രമാണ് ഞങ്ങൾക്ക് ബ്ലോക്കായത്. ഇതുവരെയും പറഞ്ഞതുപോലെയൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇപ്പോൾ വന്നിട്ടേ സാറേ 8 മാസം ജൂലൈയിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെത് 3 ഘട്ടമാണ്. അതുണ്ട്, പക്ഷെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ ആനന്ദകുമാർ സാർ പറഞ്ഞു, ഇതാണ് അനന്തകൃഷ്ണൻ, പ്രോജക്റ്റ് ചെയ്യാൻ വന്ന ആളാണ്, ഇടുക്കിക്കാരനാണ്, പക്ഷേ ഇയാളെ തന്നില്ലെങ്കിൽ ഞാൻ തരും, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. ആ ഉറപ്പിൻ്റെ മേലിലാണ് കൊടുത്തത്. അതുകൊണ്ട് അനന്തകൃഷ്ണൻ അകത്താണെങ്കിൽ ആനന്ദകുമാർ സാർ തരണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ആനന്ദകുമാർ സാറിനെയാണ് കണ്ടത്, അനന്തുവിനെ കണ്ടിട്ടില്ല ഞങ്ങൾ. ഏകദേശം ഇപ്പോഴെനിക്ക് 40-42 ലക്ഷം വരെ ഉണ്ട്. എൻ്റെ സംഘടന 157 ടൂ വീലറിൻ്റെ പൈസ കളക്ട് ചെയ്ത് അയച്ചു. കിട്ടാനുള്ളത് 960 ഇനി കിട്ടാനുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ഉണ്ടുണ്ട്. ഒരു 28ഓളം തയ്യൽ മെഷീൻ എൻ്റെ സംഘടനയ്ക്ക് കിട്ടാറുണ്ട്. ഞങ്ങൾ ഈ കമ്മീഷൻ വാങ്ങുന്നു എന്ന് പറയുന്ന ഒരു വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. അതിൽ സത്യാവസ്ഥ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം ഞങ്ങൾ സന്നദ്ധ സംഘടനക്കാർ ഗുണഭോക്താവ് ആൾക്കാരെ എടുത്ത് അവർക്ക് ആ പൈസ വാങ്ങി അവരുടെ അക്കൗണ്ടിലോട്ടാണ് അയക്കുന്നത്. അടച്ചതിന് ശേഷം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ മാർച്ച് മാസം ആകുമ്പോഴും നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് തരാം എന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പലപ്പോഴും അത് ഡേറ്റ് മാറി പോയെങ്കിലും ഒരിക്കൽ ഞങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് വേണ്ടി ഞങ്ങൾ വിളിക്കുകയും ഞങ്ങളെ കണക്കുകൾ മുഴുവനും പരിശോധിക്കുകയും അതിൻ്റെ ബില്ലുകളെല്ലാം നമുക്ക് തരികയും ചെയ്തതിന് ശേഷം നമ്മൾ എത്ര ആണോ നമ്മൾ ചെയ്തത് അതിൻ്റെ 2% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് പറഞ്ഞിട്ട് അതിൽ നിന്ന് TDF എന്ന് പറഞ്ഞൊരു 15% കൂടെ അവർ പിടിച്ചതിന് ശേഷം നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ആ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഞങ്ങൾ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമ്പോൾ വലിയ ഉദ്ഘാടന മഹാമഹമാണ് നടത്തുന്നത്. അതിനു വേണ്ടി ഉപയോഗിച്ച് തീർന്നു എന്നുള്ളതാണ്. കാരണം ഒരു ടൂ വീലർ അല്ലെങ്കിൽ നമ്മൾ ടൂ വീലർ തിരുവനന്തപുരം ജില്ലയിൽ വിതരണം ചെയ്തപ്പോൾ മന്ത്രിമാരെ ഉൾപ്പെടെ വിളിച്ചിട്ട് മുത്തരിക്കണ്ട മൈതാനം ബുക്ക് ചെയ്ത് ഒരു വലിയ ആഡംബരമായിട്ടാണ് നമ്മൾ ഈ ടൂ വീലർ ബുക്ക് ചെയ്തത്. ഒരുപാട് മന്ത്രിമാരും ഒരുപാട് സാമൂഹിക പ്രവർത്തകരും ഒക്കെ വന്നു. അതിന് ചിലവായ പണം പോലും നമുക്ക് നേരെ കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർ അത് ശരി കുഴപ്പമില്ല, നമുക്ക് ഒന്നുമില്ലെങ്കിലും കുറേ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല. നമ്മൾക്ക് ജൈവഗ്രാമം പദ്ധതി നടന്നപ്പോൾ ഞങ്ങൾ കർഷകരെ ഉദ്ദേശിച്ചു. കർഷകർക്ക് അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജൈവഗ്രാമ പദ്ധതിയിലോട്ട് നമ്മൾ ആ പ്രൊജക്ട് വഴി നമുക്കത് കിട്ടുകയും ചെയ്തു. ധാരാളം കർഷകർക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു. അത് നമുക്ക് കിട്ടി. ഇൻഡെക്സ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീയുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ടൂ വീലർ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. നമ്മളതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യമുള്ള പാവപ്പെട്ടവരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെ ശ്രദ്ധ പിടിച്ച് വന്നവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാവമുള്ളത്. അനന്തകൃഷ്ണൻ്റെ അറസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് തോന്നിയത്. അതുവരെ നമുക്കൊരു ഭയമില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്പം ഡിലേ ആയാലും നമുക്കിതെല്ലാം മെറ്റീരിയൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ആനന്ദകുമാർ സാറ് നമ്മളെ ഇത്തരത്തിലേക്ക് നയിച്ച് ഇവിടെ എത്തിച്ചതിൽ നമുക്ക് ഭയങ്കര. ഇന്ന് നമുക്ക് ഈ ഇരിക്കുന്ന 7 തിരുവനന്തപുരം ജില്ലയിലെ 7 ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളുണ്ട്. ഈ 7 ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്ക് വീട്ടിൽ മനസ്സമാധാനത്തിൽ കിടക്കാൻ നിർത്തിയില്ല. കാരണം ഇന്നലെ വരെ സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരാണ്, സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനം നടത്തിയവരാണ്. നമ്മളൊരു ക്രെഡിബിലിറ്റി, ആ ക്രെഡിബിലിറ്റി അനുസരിച്ചാണ് നമ്മളെ വിശ്വസിച്ച് പാവപ്പെട്ടവർ ഞങ്ങളുടെ കയ്യിലേക്ക് പൈസ കൊണ്ടു തന്നു. അത് വാങ്ങി അപ്പുറത്ത് കൊടുത്തു എന്ന തെറ്റ് മാത്രമാണ് നമ്മൾ ചെയ്തത്. ആ തെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന അനുഭവം
വളരെ അതിന് പത്രക്കാരും മാധ്യമങ്ങളും നമ്മളെ ഇങ്ങനെ വേട്ടാടിയിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ വലിയ പിന്നെ ഇതൊക്കെ വാങ്ങുന്നു എന്ന് പറഞ്ഞത് ആരെങ്കിലും കൊണ്ടുവരുന്ന വാർത്ത, ആ വാർത്ത കൊണ്ടുവരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതിയെങ്കിലും നമ്മളെപ്പോലുള്ളവരോട് വിളിച്ച് ചോദിക്കണമെന്നൊരു അപേക്ഷ ഇവിടെ നമുക്കുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത വന്നു, ഞാൻ അപ്പോഴും പറഞ്ഞു എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ മുഴുവൻ റെക്കോർഡുകളൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു. ഈ പൈസ എവിടെ നിന്ന് പോയി, എങ്ങനെ വന്നു, വളരെ സുതാര്യമായി എല്ലാ കൊടുത്ത് രസീത് കൊടുത്ത് വളരെ സുതാര്യമായി ആ പണം വാങ്ങി അത് എങ്ങനെ ആ അക്കൗണ്ടിലോട്ട് നമ്മൾ വളരെ സുതാര്യമായി നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അത് അതിൻ്റെ അക്കൗണ്ട് നെഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനെല്ലാം രേഖകളും കണക്കുകളും ഒക്കെ നമുക്ക് ഉണ്ട്. അത് ആർക്ക് വേണമെങ്കിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഏത് സമയത്ത് നമ്മളെ വിളിച്ചാലും നമ്മൾ പോയി ഇത് ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയും. നമുക്ക് തയ്യാറാണ്, ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലും ഏത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലും ഞങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്തുവാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്കിന്ന് ഭയമാണ്, വീട്ടിൽ ഉറങ്ങാൻ കഴിയും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഏത് നിമിഷവും നമ്മൾ അറസ്റ്റിലാവും. കാരണം ഗുണഭോക്താവ് പറയുന്നത് നിങ്ങളാണ് പൈസ വാങ്ങിയത്. അപ്പോൾ ഗുണഭോക്താവ് പൈസ വാങ്ങിയതിൻ്റെ പേരിലായിരിക്കും കൊണ്ട് കേസ് കൊടുക്കുക. അപ്പോൾ SI പറയുന്നത് എങ്ങനെയാണ്, നീയല്ലേ പൈസ വാങ്ങിയത്, നിന്റെ അക്കൗണ്ടിലല്ലേ പൈസ തന്നത്, അതുകൊണ്ട് ഒന്നുകിൽ നീ കൊടു അല്ലെങ്കിൽ നീ പ്രതിയായി ജയിലിൽ പോകും, ഇത് പറയുന്നു. അപ്പോൾ കേരളം മുഴുവനും ഇങ്ങനെ ഏകദേശം 175ഓളം സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികൾ ജയിലിൽ പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുണ്ടാകുന്നത്. അത് പത്രക്കാരെ നിങ്ങളെങ്കിലും ബോധ്യപ്പെട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങളെ പ്രതിയാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കി തന്നു, ഞങ്ങളെ സാക്ഷികളാക്കി. ഞങ്ങളിവരിൽ നിന്ന് വാങ്ങിക്കൊടുത്തവരാണ്. ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് കൊടുത്തതിൻ്റെ കണക്ക് പറഞ്ഞ് അത് സുതാര്യത നമ്മൾക്ക് ഉറപ്പുവരുത്തി ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റി ഈ നമ്മളെ പറ്റിച്ച ആനന്ദകുമാർ സാറിൻ്റെ നിന്നും അനന്തകൃഷ്ണനിൽ നിന്ന് ഈ പണം ഈടാക്കി. അവരെ മാത്രമല്ല, ആ കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിക്കാരെ നാഷണൽ NGO കോൺഫറൻസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഈ പണം ഈടാക്കി പാവങ്ങൾക്ക് തിരികെ കൊടുക്കുവാനുള്ള, അവർക്ക് CSR ഫണ്ടില്ലെങ്കിൽ അവർക്ക് വണ്ടി വേണ്ട, അവരുടെ പണം മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അവർക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പതിറ്റാണ്ടുകളോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനകളാണ് ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പിന് ഇടനിലക്കാരായി പ്രവർത്തിച്ചിരിക്കുന്നത് എന്നത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. അവർ അറിയാതെയെങ്കിലും ഇതിൽ പെട്ടുപോയിരിക്കുന്നു. ഇപ്പോൾ അഴിയെണ്ണുമോ എന്ന ഭയത്തോടുകൂടി അവർ ജീവിക്കുകയാണ്. അതേസമയം തന്നെ നിരവധി ആളുകളുടെ പണം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.